ഹലോ കോഴിക്കോട്. ഞങ്ങളങ്ങനെ കോഴിക്കോടെത്തി. ഇന്നലെ രാത്രി പോകുന്നത്, അതൊന്നും കാര്യമായിട്ട് എടുക്കാനൊന്നും പറ്റില്ല. ഫുൾ നൈറ്റ് ഡ്രൈവായിരുന്നു. ഞാനും രേവതി മാറി മാറിയൊക്കെ ഓടിച്ച് ഞങ്ങളങ്ങനെ ഏകദേശം വെളുപ്പിന് 4 മണിയോടെ കോഴിക്കോടെത്തി. അപ്പം ഇന്നിനി കോഴിക്കോട് നമ്മൾ കുറച്ച് എക്സ്പ്ലോർ ചെയ്തിട്ട് ഗൂഡല്ലൂർ ആ റൂട്ടാണ്. അതെല്ലാം ഞാൻ വഴി അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതൊരു ചെറിയ വ്ളോഗായിട്ട് ചെയ്യുന്നത്. അപ്പോൾ കോഴിക്കോട് കുറേ നാളുകൾ കൂടി കോഴിക്കോട് വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യണം അല്ലേ കുഞ്ഞു? എന്തൊക്കെ പരിപാടി? എവിടെയൊക്കെ പോകണം പാപ്പു? പാരഗൺ. കുഞ്ഞുൻ്റെ മെയിൻ ഡെസ്റ്റിനേഷൻ അല്ലേ പാരഗൺ? ലാസ്റ്റ് ടൈം വന്നിട്ട് കിട്ടിയില്ലല്ലോ. പാപ്പുന് എവിടെ പോകണ്ട? പാപ്പു എന്താ വാങ്ങിക്കണ്ടേ? പാപ്പുന് കുറച്ച് എന്താ മേടിക്കണ്ടേ? ഓർണമെന്റ്സാ. അപ്പോൾ ഇനി നമ്മൾ പാരഗണിലേക്ക് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ സ്റ്റേ ചെയ്യണ ഹോട്ടലിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ. എത്ര സമയം പറയാണ്? 6 മിനിറ്റ്. ഓക്കെ, അപ്പോൾ പാരഗണിൽ അങ്ങനെ നമ്മൾ പാരഗൺ റെസ്റ്റോറൻറ്റ് എത്തി. ഒരുപാട് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, കുറേ ആൾക്കാർ നേരത്തെ കണ്ടിട്ടുണ്ടാവും. Your destination is on the left. എന്താണ് പറഞ്ഞു? ഇഷ്ടപ്പെട്ടാ? അങ്ങനെ പാരഗണിലെ ഫുഡ് നമ്മൾ അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്തു. ഒരു ചിക്കൻ ബിരിയാണി, ഒരു മട്ടൻ ബിരിയാണി, ഒരു ഫിഷ് ബിരിയാണി, ഒരു വെജ് ബിരിയാണി. ഇതാണ് നമ്മൾ കഴിച്ച റേറ്റെല്ലാം ഒരു നോർമൽ റേറ്റൊക്കെ തന്നെ ഉള്ളൂ. ഭയങ്കരമായ റേറ്റൊന്നുമില്ല. പക്ഷേ തിരക്ക് നമുക്കവിടെ ഭയങ്കര തിരക്കാണ്. അത്യാവശ്യം കുറച്ച് സമയം നിൽക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ ഹോട്ടലിൽ വന്നിട്ട് നമ്മുടെ ആഡ് ഓൺസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലെല്ലാം കാണുന്ന ഒരു ആക്സസറി ഷോപ്പുണ്ട്. കോഴിക്കോടത്ത് അത്യാവശ്യം ഫേമസ് ഷോപ്പാണ്. നമ്മുടെ ജിമ്മിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ആക്സസറീസ് ഞാൻ ഓൺലൈനിലും നോക്കി. ലാസ്റ്റ് ബാംഗ്ലൂർ ട്രിപ്പിൽ അവിടെയും ചെക്ക് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എന്തായാലും നമുക്ക് ആഡ് ഓൺസിൽ ചെന്നപ്പോൾ അവർ കിടിലൻ സർവീസാണ്. എനിക്ക് അവിടുത്തെ വിഷ്ണു അതെല്ലാം കാണിച്ചു തരും. എനിക്ക് വേണ്ട സാധനങ്ങളെല്ലാം കിട്ടി. അവിടെ നിന്ന് നമ്മൾ നേരെ മിഠായി തെരുവിലേക്കാണ് പോയത്. മിഠായി തെരുവ് ഒന്ന് അങ്ങനെ മിഠായി തെരുവ് എക്സ്പ്ലോർ ചെയ്യും. എങ്ങനെയുണ്ടായി? എന്തായാലും മിഠായി തെരുവിൽ നിന്ന് മേടിച്ച പുളിമിഠായും തിന്ന് അടുത്ത പരിപാടിയായിരുന്നു. അത് രേവതി കണ്ടുപിടിച്ച ഒരു സോയാബീൻ ഫ്രൈ. അവിടുത്തെ കോഴിക്കോട് നിന്ന് തന്നെ ജാഫർ ഇക്ക എന്ന് പറഞ്ഞിട്ടൊരാൾ ചെയ്യുന്നതാണ്. അടിപൊളിയാണ്. എന്തായാലും അവിടെ പോകുന്ന ആൾക്കാരൊന്ന് ട്രൈ ചെയ്തോളൂ. അവിടെ അടുത്ത് തന്നെ നമ്മുടെ ഈ മിഠായി തെരുവിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല. ഞാനും വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാതെ പോയാൽ എനിക്ക് ഈ സാധനം ഇഷ്ടമല്ലായിരുന്നു പൊതുവെ. അപ്പോൾ രേവതി ഇതിൻ്റെ വലിയൊരു ഫാനാണ്. ആൾ വെജിറ്റേറിയനാണ്, അതുകൊണ്ടായിരിക്കും. എന്തായാലും നമ്മൾ അവിടെ നിന്ന് മേടിച്ചു. വലിയ റേറ്റും ഇല്ല. അപ്പോൾ ഭയങ്കര റീസണബിൾ പ്രൈസാണ്. ഒത്തിരി ആൾക്കാർ വന്ന് കഴിക്കുന്നുണ്ട്. ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. സംഭവം കിട്ടുവാണ്. എങ്ങനെയുണ്ടോ? ഹേ ഓൾ, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മളത് കോഴിക്കോട് നമ്മുടെ ഒരു ഇന്നലെ എത്തിയതാണ്. നമ്മൾ ഇന്നിപ്പോൾ സാറ്റർഡേ മോർണിംഗ് ഹോട്ടൽ ടിയാരയിലാണ് നമ്മളിന്ന്. നമുക്കിന്നൊരു പ്രോഗ്രാം, അതെല്ലാം ഞാൻ വഴി അപ്ഡേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇന്ന് വയനാട് ലഞ്ച്, വയനാട് നിന്ന് പിന്നെ ബന്ദിപ്പൂർ ഏതോ ഹോട്ടലിലാണ്. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാം ഷെഡ്യൂളൊന്നും എനിക്ക് മൊത്തത്തിൽ കിട്ടിയിട്ടില്ല. നമ്മൾ ഇന്നലെ വന്നു. നമ്മുടെ നന്ദൻ ബ്രോ ആണ് നമ്മളെ ഇതിൽ ഇൻവൈറ്റ് ചെയ്തത്. ഞങ്ങളെല്ലാവരും ഉണ്ട് ചെറിയ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ കോഴിക്കോട് അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്ത് അതിൻ്റെ ചെറിയ ഷോർട്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെയും കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ കുറേ വഴിയേ വരും. അപ്പോൾ ഇന്നെന്തായാലും അടിപൊളിയായിരിക്കുമെന്ന് വിചാരിക്കണം. കുറേ നാൾ കൂടി നമ്മൾ ഈ വയനാട് ബന്ദിപ്പൂർ ആ റൂട്ടിലൊക്കെ വരുന്നത്. അപ്പം നമ്മളും കുറച്ച് എക്സൈറ്റ്മെൻറ്റിലാണ്. പാപ്പും കുഞ്ഞുമൊക്കെ എക്സൈറ്റ്മെൻറ്റ്. കുഞ്ഞു എവിടെടാ? അപ്പോൾ എന്തായാലും അടിപൊളിയാക്കാം നമുക്ക്. വൈകുന്നേരം ഇറങ്ങാൻ പറ്റുമോ? അവിടെ ഉണ്ടോ?
അങ്ങനെ നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നന്ദമ്മയാണ് നമ്മളെ ഹോസ്റ്റ് ചെയ്യണത്. പരിപാടിയിലേക്ക് ഫ്ലാഗ് ഓഫിനുള്ള എല്ലാവരും വെയിറ്റ് ചെയ്യുക. രാജസ്ഥാൻ മോട്ടോർ സ്പോർട്സ് ആണ് നമുക്ക് ഈ പരിപാടി ഓർഗനൈസ് ചെയ്തേക്കണം. അപ്പോൾ എല്ലാവരും ഫോട്ടോ സെഷനും നമ്മുടെ വണ്ടികളുടെ ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഹോട്ടലിൻ്റെ താഴത്തേക്ക് വന്നായിരുന്നു. അപ്പോൾ അത്യാവശ്യം എല്ലാവരും തന്നെ അവരുടെ വണ്ടികൾ ലൈനപ്പ് ചെയ്ത് ബ്രാൻഡിങ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. നമ്മളെ വണ്ടിയിലും അത്യാവശ്യം ബ്രാൻഡിങ്ങിനുള്ള സ്റ്റിക്കേഴ്സൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തു. ഓരോ വണ്ടികൾ ചെയ്തേക്കണ പോലെ അപ്പോളോ ടയേഴ്സും അതേപോലെ രാജസ്ഥാൻ മോട്ടോർ സ്പോർട്സ് അല്ലെങ്കിൽ മദൻ ഭായ് ആയിരുന്നു രാജസ്ഥാൻ മോട്ടോർ സ്പോർട്സിൻ്റെ ഫൗണ്ടറാണ് അദ്ദേഹമൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ബാക്കി വീഡിയോസിലൊക്കെ ഉണ്ട് അദ്ദേഹം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാ വണ്ടികളും എങ്ങനെ വേണം എന്താണ് അതിൻ്റെ ക്ലാരിഫിക്കേഷനും റക്കിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഡ്രൈവിലേക്കുള്ള വണ്ടികളെല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂടുതലൊരു അയോണിക് 5 വന്നു. അത് നോക്കുമ്പോൾ നമ്മുടെ യൂട്യൂബർ ആനിക്ക വന്നതാണ്. കാരണം ഞാൻ ആനിക്കനോട് വളരെ കാര്യമായിട്ട് കുറച്ച് നേരം സംസാരിച്ചു. നമ്മുടെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു. ഹനിക്ക ഈ ഡ്രൈവിൻ്റെ ഭാഗമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇല്ല, ഹനിക്ക ഫ്ലാഗ് ഓഫിന് വേണ്ടിയിട്ട് വന്നതാണ്. തിരക്കിലാണ് ആള്. നമ്മളെല്ലാവരും വണ്ടിപ്രാന്തന്മാരാണ്, അതുകൊണ്ടായിരിക്കും ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എന്താ പരിപാടി? ചെറിയൊരു പിന്നല്ല. അങ്ങനെ നമ്മൾ ഡ്രൈവ് ഫ്ലാഗ് ഓഫ് ചെയ്തു. 2-3 വില്ലേജ് ജീപ്പും കക്ഷീസൊക്കെ ഉണ്ടായിരുന്നു. രേവതിയാണ് ഇവിടുന്ന് വണ്ടി എടുത്തത്. ആദ്യം നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനുള്ളതുകൊണ്ട് ഞാൻ അയാളോട് വണ്ടി എടുക്കാൻ പറഞ്ഞു. അയാൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. വേറെ ഒരു ലേഡി ഡ്രൈവറും കൂടിയാണ് നമ്മുടെ ഈ ഡ്രൈവിലുണ്ടായിരുന്നത്. എന്തായാലും ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തു. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ചെറിയൊരു തിരക്കെല്ലാം അറേഞ്ച് ആവാനുള്ള ഒരു ചെറിയ ഡിലേ ഉണ്ടായിരുന്നു. എന്നാലും അടിപൊളിയായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 11 മണിയോടുകൂടി ഇവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. ചെറിയൊരു സ്റ്റോപ്പ് എടുത്ത് എല്ലാവരും ഒന്ന് വരാനും നമ്മൾ കോൺവേ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും നല്ല ലൈനപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഏകദേശം ഒരു 5-10 മിനിറ്റ് നിർത്തി വീണ്ടും നമ്മൾ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തു. കാരണം അവിടെ ഒരു ട്രാഫിക് ജാമിനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ടായിരിക്കും പെട്ടെന്ന് തന്നെ എല്ലാവരും ഡ്രൈവ് എടുത്തു. അങ്ങനെ നമ്മൾ ഏകദേശം ചുരങ്ങളെല്ലാം കയറി ടോപ്പിലെത്തി. വെൽക്കം ടു വയനാട്. ഇതെപ്പോഴും നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷം ഉള്ളൊരു സ്ഥലവും ഞാൻ എപ്പോഴും അത് എൻജോയ് ചെയ്യാറുണ്ട്. നമ്മുടെ സ്റ്റെർലിങ്ങിലായിരുന്നു ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ വണ്ടികളും ആദ്യം എത്തി. ഞങ്ങൾ ഒന്നിടക്ക് വോമിറ്റ് ചെയ്ത് കുറച്ച് സമയം ഡിലേ ചെയ്തുകൊണ്ട് നമ്മൾ പനിപ്പിലേക്ക് ഒരു വണ്ടർഫുൾ സൂപ്പർ ലഞ്ചായിരുന്നു നമുക്ക് അവിടെ നിന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
അതെല്ലാം നമ്മൾ എൻജോയ് ചെയ്ത് ശരിക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുഞ്ഞു ഓക്കെ ആയി വോമിറ്റ് ചെയ്തതിൻ്റെ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് അവിടുത്തെ കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസിലൊക്കെ കയറി. പാത്തുക്കുട്ടി കയറണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയ ആൾ പേടിച്ചു പോയി. രേവതിയും കുഞ്ഞും കയറിയായിരുന്നു. അവരത് ശരിക്കും എൻജോയ് ചെയ്തായിരുന്നു കേട്ടോ. അത് നമുക്ക് ആ ഹോട്ടലിൽ റിസോർട്ടിൽ അവർ അറേഞ്ച് ചെയ്തേക്കുന്നതാണ്. നമുക്ക് ആവശ്യമുള്ളത് പേ ചെയ്തിട്ട് നമുക്കത് യൂസ് ചെയ്യാം. വേറെ ആരും എക്സ്പീരിയൻസ് ചെയ്തില്ല, ഞാനും എക്സ്പീരിയൻസ് ചെയ്തില്ല. ഇവരത് ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഡ്രൈവ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. വീണ്ടും നമ്മുടെ മുത്തങ്ങ ഫോറസ്റ്റ് റൂട്ടിലൂടെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു റൂട്ടാണ്. ഞാനും ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും എപ്പോഴും നമുക്കതിലൊരു പുതുമ എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. പാത്തുക്കുട്ടി അവിടുത്തെ മങ്കികളെയൊക്കെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമ്മൾ കർണാടക ബോർഡർ എൻട്രി ചെയ്യാനുള്ള അവരുടെ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു, ബോർഡർ ചെക്കിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അതേ അവിടെ ഒരു മങ്കി വന്നിട്ട് അയാൾക്ക് പോസ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗ്ലാസ് താതെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഗ്ലാസ് കത്തിയില്ല. ചിലപ്പോൾ അവർ അറ്റാക്ക് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്, അവർക്ക് എന്തെങ്കിലും തിന്നാനൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടെന്നുകൊണ്ടായിരിക്കും. എന്തായാലും നമ്മളെപ്പോഴും അങ്ങനെയുള്ള റൂട്ടുകളിൽ പോകുമ്പോൾ എസ്പെഷ്യലി കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഒരിക്കലും ഗ്ലാസ് താത്തി വൈൽഡ് ആനിമൽസിനെ എൻ്റർടൈൻ ചെയ്യാൻ നിൽക്കരുത്. അത് ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ നമ്മൾ കയറിയപ്പോൾ അതേ ഒരു ആനേനെ കാണാൻ പറ്റി. ഞാൻ ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് ഇതിനെയൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നിങ്ങനെ കുഞ്ഞും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ 1-2 ആനേനെയും മാനിനെയും മയിലിനെയും എല്ലാം നമുക്ക് കാണാൻ പറ്റിയായിരുന്നു. ക്യൂട്ടല്ലേ? ഇന്നും കൊമ്പുണ്ടാവൂലല്ലേ ഏട്ടാ? സഫാരി ലോഡ്ജ് ഇവിടെ എല്ലാരും പുറത്തിറങ്ങാണ്ടല്ലേ? നമ്മൾ കർണാടക എൻ്റർ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു സൺസെറ്റ് പോയിന്റ് കാണാൻ വേണ്ടി ഇവരെല്ലാം നേരത്തെ ഇവിടെ ലോക്കലിൽ കറങ്ങിയിട്ടുള്ള ആൾക്കാരാണ്, നമ്മുടെ കൂടെയുള്ള 1-2 പേര്. അപ്പോൾ ഒരു സൺസെറ്റ് പോയിന്റ്, ഒരു സ്പെഷ്യൽ പോയിൻ്റാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഹൈവേന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് വേറൊരു ചെറിയ റോഡിലൂടെ പോയായിരുന്നു. അതെന്തായാലും ഞാൻ ഒട്ടും വലിയ എക്സ്പെക്റ്റേഷനൊന്നും ഇല്ലാതെ ചെന്നൊരു സ്ഥലമായിരുന്നു. പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല, സൂപ്പറബ് ലൊക്കേഷനായിരുന്നു. ആ ഒരു സമയത്തെ ലൈറ്റും സൺസെറ്റും അതെല്ലാം നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. ഇതാണ് ഞാൻ പറഞ്ഞ രേവതി അല്ലാതെ വേറൊരു ലേഡി ഡ്രൈവർ. ആൾ നന്നായിട്ട് ആ വില്ലീസ് ഓടിക്കുന്നുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ട് ഓടിച്ചുകൊണ്ട് പോകും ഇങ്ങനെയുള്ള വഴികളിലെല്ലാം. അവിടെ നിന്ന് നമ്മൾ കുറച്ച് നേരം ഫോട്ടോസും കുറച്ച് ഡ്രോൺ ഷൂട്ടും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഏകദേശം നമ്മളൊരു ഹാഫ് ആൻ അവർ കൂടുതൽ എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരു ഗോൾഡൻ ലൈറ്റ് നമുക്ക് അന്നേരം അവിടെ തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. അതിൽ ആ ജീപ്പെല്ലാം കാണാനും വളരെ ഭംഗിയായിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മളെല്ലാവരും ആ സൺസെറ്റൊക്കെ കണ്ട് അത് കുറച്ച് എൻജോയ് ചെയ്ത് ചെറിയൊരു സ്നാക്സൊക്കെ കഴിച്ച് അവിടുന്ന് നമ്മൾ തിരിച്ച് ഹൈവേയിലേക്ക് വന്നായിരുന്നു. അങ്ങനെ ഇന്ന് ഞങ്ങൾ രാത്രി സ്റ്റേ ചെയ്യുന്ന ജംഗിൾ റിസോർട്ടിലെത്തി. അപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു വാം വെൽക്കം എല്ലാം കിട്ടി. എല്ലാവരും മാലയും പൊട്ടും അതൊക്കെ ഇട്ടിട്ടാണ് നമ്മളെ ഇൻവൈറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് എല്ലാവരും ഒന്ന് പൂളിലിറങ്ങി ഒരു കുളിക്കാനുള്ള വഴി. അങ്ങനെ രാത്രി ഞങ്ങൾ പാർട്ടി, പൂൾ പാർട്ടി, മ്യൂസിക് ഒക്കെ കൂടി അടിച്ച് പൊളിച്ചു. പിള്ളേരും നന്നായിട്ട് അവിടെ എൻജോയ് ചെയ്തു. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മുടെ പ്രോഗ്രാം ഏകദേശം അവസാനിച്ചു. ഒരു ഊട്ടി വഴിയാണ് നമ്മൾ തിരിച്ച് മസനഗുഡി വഴി ഇറങ്ങിപ്പോയത്. അപ്പോൾ അതിനുവേണ്ടി പാക്കപ്പ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ ആയിട്ട് നമ്മൾ പതുക്കെ സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങി.
ആണെങ്കിലും അക്കോമഡേഷനും അതേപോലെ നമ്മുടെ റൈഡും എല്ലാം അടിപൊളി. ബിഗ് താങ്ക്സ് ടു മല്ലു, നമ്മുടെ നന്ദൻ. ഓക്കെ, ഈ ഇവന്റിൽ വന്നിട്ട് കുറേ പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. എനിക്ക് ഭയങ്കര സന്തോഷം. എല്ലാവരും ഒരു ഫാമിലിയെ പോലെ തോന്നി. അതൊക്കെ ഉള്ളൂ. നല്ല ട്രിപ്പായിരുന്നു. നെക്സ്റ്റ് ടൈം ഞങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവും. താങ്ക് യു അപ്പോളോ ആൻഡ് ബാഡ് റോഡ് ബഡീസ്. കീപ് റോക്കിംഗ്. അപ്പം ഞങ്ങൾ ഇറങ്ങും കേട്ടോ. ബൈ 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 ബൈ. മാൻ ബൈ ബൈ. ഇവരുടെ അഡ്രസ്സൊക്കെ മേടിച്ചോ? നന്ദൻ ബ്രോ, ഞങ്ങൾ ഇറങ്ങുവാണേ. ബൈ ബൈ. താങ്ക് യു ഫോർ കമ്മിങ്. യെസ്. ഓക്കെ ക്യാമറ ടീം, ബൈ ബൈ. അങ്ങനെ എല്ലാവരോടും നമ്മൾ താങ്ക്സ് പറഞ്ഞ് നമ്മൾ ഊട്ടി എത്തി. ഊട്ടി വഴിയാണ് നമ്മൾ തിരിച്ചു പോരുന്നത്. ഒരു നല്ലൊരു ഡ്രൈവും നല്ലൊരു മെമ്മറി എല്ലാം കൊണ്ടും സൂപ്പർബായിരുന്നു. ബിഗ് താങ്ക്സ് ടു ബിഗ് ബാഡ് റോഡ് ബഡീസ്, അപ്പോളോ ടയേഴ്സ് ആൻഡ് രാജസ്ഥാൻ മോട്ടോർ സ്പോർട്സ് ആൻഡ് അവർ മല്ലു സിംഗ് ദ നന്ദൻ. താങ്ക് യു, താങ്ക്സ് ലോട്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.